KTU module analog electronics module 5 നകത്ത് സിലബസ് എന്ന് പറയുന്നത് ഡിഫറൻഷിയേറ്റർ, ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്, കമ്പാരേറ്റേഴ്സ്, സീറോ ക്രോസിംഗ് ആൻഡ് വോൾട്ടേജ് ലെവൽ ഡിറ്റക്ടേഴ്സ്, മിഡ് ട്രിഗർ, കമ്പാരേറ്റർ IC എല്ലാം 311, വേവ് ഫോം ജനറേഷൻസ് യൂസിങ് ഓപ്പാംസ്, ടൈമർ 555 IC. ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓപ്പാംപ് ഇൻ്റഗ്രേറ്റർ എന്താണെന്ന് നോക്കാം. Integrator is a circuit that performs a mathematical operations called integration. Integration is a process of continuous addition. Here I is equal to Vn by R. V out is equal to minus 1 by C integral I of t into dt. V out is equal to minus 1 by C integral V in of t by R dt. So minus 1 by RC integral V in of t dt plus A, where A is the integration constant. Op-amp integratorൻ്റെ ഡയഗ്രാംസ് ആണ്. ഇൻപുട്ട് സിഗ്നൽ കൊടുക്കുന്നത്, ഔട്ട്പുട്ട് സിഗ്നൽ കൊടുക്കുന്നതും സർക്യൂട്ട് ഡയഗ്രാമും ഒക്കെയാണ് ഓപ്പ്-ആംപ് ഇൻ്റഗ്രേറ്ററിൻ്റെ. നെക്സ്റ്റ് ഓപ്പ്-ആംപ് ഡിഫറൻഷിയേറ്റർ ആണ്. അതിന് മുൻപ് ഒരു കാര്യമുണ്ട്. Integratorൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് is proportional to the negative integral of input voltage and inversely proportional to the time constant of RC. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യൻ ഈ ഇൻ്റഗ്രേറ്ററിൽ നിന്ന് ഈ വി ഔട്ട് ഇസ് ഈക്വൽ ടു മൈനസ് 1 ബൈ സി ഇൻ്റഗ്രൽ വി ഇൻ ഓഫ് ടി ഡി ടി എന്നുള്ള ആ ഒരു ഇത് ചോദിക്കാം. അപ്പോൾ നമ്മളത് അത് പഠിക്കണം. ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യൂസ്ഡ് ടു പെർഫോം ദ കാൽക്കുലസ് ഓപ്പറേഷൻസ് ഇൻ ദ അനലോഗ് കമ്പ്യൂട്ടേഴ്സ്. ഇൻ്റഗ്രേറ്റിംഗ് സർക്യൂട്ട്സ് ആർ ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഇൻ ABID, അനലോഗ് ഡിജിറ്റൽ കൺവേർട്ടർ, റാം ജനറേറ്റർ, അങ്ങനെ വേവ് ഷേപ്പിംഗ് ആപ്ലിക്കേഷൻസ് അങ്ങനെയുള്ളതിലെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. അടുത്തത് ഡിഫറൻഷിയേറ്റർ. Differentiator is the operation amplifier circuit performs mathematical operation of differentiation. That is, it produces a voltage output which is directly proportional to the input voltage rate of change with respect to the input voltage. Due to the virtual ground, V1 is equal to V2 is equal to V is equal to 0. A circuit in which output voltage waveform is the differentiation of input voltage is called differentiator. The circuit which produces an output signal which is proportional to the first derivative of input signal. നമുക്ക് അങ്ങനെ പറയാം. The expression for output voltage can be obtained from this. I is equal to C dVc by dt. V out is equal to minus IR. So V out is equal to minus C dVc by dt into R. So V out is equal to minus RC dVc by dt. The output voltage is proportional to the derivative of the input voltage. Op-amp ഡിഫറൻഷിയേറ്ററിൻ്റെ ഇൻപുട്ട് സിഗ്നലും ഔട്ട്പുട്ട് സിഗ്നലും സർക്യൂട്ട് ഡയഗ്രവുമാണ്. ആപ്ലിക്കേഷൻസ് പറയുവാണെങ്കിൽ കൺട്രോൾ ഓഫ് മോട്ടോഴ്സ് ഓർ സെർവോസ്, സിഗ്നൽ ആംപ്ലിഫിക്കേഷൻ ആപ്ലിക്കേഷൻസിന്, പിന്നെ ഇൻപുട്ട് സ്റ്റേജ് എമിറ്റർ, കപ്പിൾഡ് ലോജിക് ഗേറ്റ്സ്, സ്വിച്ച് ആയിട്ട് അങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് ഹാഫ് വേവ് precision rectifier. Precision rectifier is a small signal rectifier which is capable of rectifying signals of a very small peak. ഇൻസ്ട്രുമെൻറ്റേഷൻ ആംപ്ലിഫയർ മൊഡ്യൂൾ 4 തീരുന്നതിന് മുന്നേ പറയാൻ പറ്റിയില്ല, അപ്പോൾ ഇവിടെ പറയുകയാണത്. ഇൻസ്ട്രുമെൻറ്റേഷൻ ആംപ്ലിഫയർ. An instrumentation amplifier is a differential amplifier optimized for high input impedance and high CMRR. And it is typically used in the applications in which a small differential voltage and a large common mode voltage are the inputs. Requirements of good instrumentation amplifier എന്ന് പറയുന്നത് finite, accurate and stable gain, easier gain adjustment, high input impedance, low output impedance, high CMRR, low power consumption, high slew rate. ഇതൊക്കെയാണ് ഇതിൻ്റെ. നെക്സ്റ്റ് കമ്പാരേറ്റേഴ്സ്. നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. വോൾട്ടേജ് ലെവൽ ഡിറ്റക്ടേഴ്സും സീറോ ക്രോസിംഗ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പം ഫസ്റ്റ് വോൾട്ടേജ് ലെവൽ ഡിറ്റക്ടർ. കമ്പാരേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഇറ്റ് കമ്പയർസ് ദ വോൾട്ടേജ് അറ്റ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഇൻപുട്ട്. ഇഫ് ദ പോസിറ്റീവ് ഇൻപുട്ട് ഈസ് അറ്റ് ഹയർ വോൾട്ടേജ്, പോസിറ്റീവ് ഇൻപുട്ട് ഹയർ വോൾട്ടേജിലാണെങ്കിൽ നെഗറ്റീവ് ഇൻപുട്ടിനേക്കാളും the comparator output will be high.
അത് പോസിറ്റീവ് ഇൻപുട്ട് ഹയർ വോൾട്ടേജിലാണെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് വിൽ ബി ഹൈ ആയിരിക്കും. നെഗറ്റീവ് ഇൻപുട്ടാണ് ഹയർ ആണെങ്കിൽ അതിൻ്റെ പോസിറ്റീവ് ഇൻപുട്ട് ആയിരിക്കും ഇൻപുട്ട് ആണ് ഔട്ട്പുട്ടിൽ ലോ ആയിട്ടിരിക്കുന്നത്. ഫസ്റ്റ് വോൾട്ടേജ് ലെവൽ ഡിറ്റക്ടർ ആണ്. വോൾട്ടേജ് ലെവൽ ഡിറ്റക്ടർ can be implemented very simply with a voltage comparator. The voltage level to be detected is generated with a voltage divider and applied either to positive or negative input, and the analog signal is applied to other input. Voltage comparators are op-amp that are not internally stabilized for negative feedback in order to provide a faster operation, smaller rise and fall times of output. A fixed voltage reference V reference നമുക്ക് ഇവിടെ equal to 0 volt is applied to inverting terminal ഒരു V reference കൊടുക്കുന്നു, and a sinusoidal signal is applied to non-inverting input terminal. പോസിറ്റീവ് ടെർമിനലിൽ ഒരു സൈനസോയിഡൽ സിഗ്നൽ കൊടുക്കുന്നു. when Vin exceeds V reference, Vin ആണ് V റെഫറൻസിനേക്കാളും കൂടുതലെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് goes to positive saturation. ഔട്ട്പുട്ട് വോൾട്ടേജ് പോസിറ്റീവ് സാച്ചുറേഷനിലേക്ക് പോകും, ബിക്കോസ് വോൾട്ടേജ് അറ്റ് ദ ഇൻവെർട്ടിംഗ് ഇൻപുട്ട് ഈസ് ലെസ് ദാൻ നോൺ ഇൻവെർട്ടിംഗ് ഇൻപുട്ട്. ഓൺ ദ അതർ ഹാൻഡ് ഇപ്പോൾ വി റെഫറൻസ് ആണ് വിനേക്കാളും കൂടുതലെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് ഗോസ് ടു നെഗറ്റീവ് സാച്ചുറേഷൻ. Thus, output voltage changes from one saturation level to other whenever Vin is equal to V reference. Thus, output voltage changes from one saturation level to other whenever Vin equal to V reference. At any given time, output voltage waveform shows whether Vin is greater than or less than V reference. Hence, the name voltage level detector. അടുത്തത് സീറോ ക്രോസിംഗ് ഡിറ്റക്ടർ. ഒരു ബേസിക് comparator can be used as a zero crossing detector. It can be also called sine to square wave converter. The inverting or non-inverting comparator can be used as zero crossing detector. The only change to be brought is the reference voltage with which input voltage is to be compared must be made zero. V reference is equal to 0 volt. A zero crossing detector is the simplest circuit configuration of op-amp switching circuit. In this configuration, the input signal is applied to the one of the input terminal while other input is connected to the ground. The circuit needs no feedback connections. Non-inverting zero crossing detector. Non-inverting zero crossing detector if input signal source is connected to non-inverting input terminal and inverting terminal grounded ആണെങ്കിൽ സർക്യൂട്ടിനെ non-inverting zero crossing detector ആയിട്ട് പറയാം. When input signal is above the ground level, the output of the circuit is saturated at its positive extreme. When input goes below ground level നിന്ന് താഴെയാണ് പോകുന്നതെങ്കിൽ output circuit switches to its negative saturation level immediately. Every time when the input signal crosses the zero voltage level, output switches between one saturation level and other. Since output of one above circuit goes into the positive saturation when applied input voltage is positive, the circuit is categorized as non-inverting zero crossing detector. Then is inverting zero crossing detector. That is same as non-inverting zero crossing detector, that if when input signal is above the ground level, the output of the circuit is saturated at its negative extreme, and when input goes below ground level, output voltage of circuit immediately switches to positive saturation level. Every time when the input signal crosses the zero voltage level, the output switches between one saturation level and other. Likewise, non-inverting. Then Schmitt trigger. It is a regenerative comparator. It is a bistable circuit in which output increases to a steady maximum when input rises above a certain threshold and decreases almost to zero when input voltage falls below another threshold. Input voltage Vin is applied to inverting input terminal and feedback voltage goes to non-inverting terminal. This means the circuit uses positive voltage feedback. പോസിറ്റീവ് വോൾട്ടേജ് ഫീഡ്ബാക്ക് എപ്പോഴാണ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ വി എന്ന് പറയുന്നത് ഇൻവേർട്ടിംഗ് ടെർമിനലിലും ഫീഡ്ബാക്ക് വോൾട്ടേജ് നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിലുമാണ് കൊടുക്കുന്നതെങ്കിൽ അത് പോസിറ്റീവ് വോൾട്ടേജ് ഫീഡ്ബാക്ക്. അസ്യൂം ഇൻവേർട്ടിംഗ് ഇൻപുട്ട് വോൾട്ടേജ് ടു ബി സ്ലൈറ്റ്ലി പോസിറ്റീവ്. ഇൻപുട്ട് വോൾട്ടേജ് ചെറുതായിട്ട് പോസിറ്റീവ് ആണെന്ന് വിചാരിക്കുക. അത് നെഗറ്റീവ് ഔട്ട്പുട്ട് വോൾട്ടേജ് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദ വോൾട്ടേജ് ഡിവൈഡർ ഫീഡ്ബാക്സ് എ നെഗറ്റീവ് വോൾട്ടേജ് ടു ദ
Non-inverting input which results in a larger negative voltage. പോസിറ്റീവ് ആണ് കൊടുക്കുന്നതെങ്കിൽ അവിടെ നെഗറ്റീവ് ആണ് കിട്ടുന്നത് ഔട്ട്പുട്ട് ആയിട്ട്. ദിസ് ഫീഡ്ബാക്ക് മോർ നെഗറ്റീവ് വോൾട്ടേജ് അൺടിൽ ദ സർക്യൂട്ട് ഈസ് ഡ്രൈവൻ ടു ഇൻറ്റു നെഗറ്റീവ് സാച്ചുറേഷൻ. ഇഫ് ഇൻപുട്ട് വോൾട്ടേജ് വെർ സ്ലൈറ്റ്ലി നെഗറ്റീവ്, ഇൻപുട്ട് വോൾട്ടേജ് നെഗറ്റീവ് ആണ് കൊടുക്കുന്നതെങ്കിൽ നമുക്കവിടെ എന്ത് കിട്ടും? പോസിറ്റീവ് കിട്ടും ഔട്ട്പുട്ട് ആയിട്ട്. ഇഫ് ഇൻസ്റ്റെഡ് ഓഫ് പോസിറ്റീവ് ദ സെക്യൂർഡ് വുഡ് ബി ഡ്രിവൻ ഇൻറ്റു പോസിറ്റീവ് സാച്ചുറേഷൻ. This is the reason the circuit is also referred to as regenerative comparator. ഇനി ഇൻവേർട്ടിംഗ് സ്മിത്ത് ട്രിഗർ എന്ന് പറയുമ്പോൾ വോൾട്ടേജ് അറ്റ് വിച്ച് ഔട്ട്പുട്ട് സ്വിച്ചസ് ഫ്രം പ്ലസ് വി സാച്ചുറേഷൻ ടു മൈനസ് വി സാച്ചുറേഷൻ ആർ കോൾഡ് അപ്പർ ട്രിഗർ പോയിന്റ് ആൻഡ് ലോവർ ട്രിഗർ പോയിന്റ്, UTP and LTP. The difference between two trip points is called hysteresis. V hysteresis is equal to UTP minus LTP. UTP എന്ന് പറയുന്നത് R2/R1 plus R2 into V saturation. LTP ലോവർ ട്രിഗർ പോയിന്റ് എന്ന് പറയുന്നത് R2/R1 plus R2 into മൈനസ് V saturation ആണ്. അപ്പം നമുക്ക് കിട്ടുന്ന ആൻസർ 2R2/R1 plus R2 എന്നാണ് വരുന്നത്. അപ്പം R2/R1 plus R2നെയാണ് നമ്മൾ ബീറ്റ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഫീഡ്ബാക്ക് ഫ്രാക്ഷൻ. ബീറ്റ ഈക്വൽ ടു R2/R1 plus R2. സോ ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് വി ഔട്ട്പുട്ട് ഈസ് ഈക്വൽ ടു വി സാച്ചുറേഷൻ ആണെങ്കിൽ അപ്പർ ട്രിഗർ പോയിന്റ് ബീറ്റ വി സാച്ചുറേഷൻ പ്ലസ് R1 VR/R1 plus R2 എന്നാകും. കേസ് 2 എന്ന് പറയുന്നത് വി ഔട്ട്പുട്ട് മൈനസ് വി സാച്ചുറേഷൻ ആണെങ്കിൽ മൈനസ് ബീറ്റ വി സാച്ചുറേഷൻ പ്ലസ് R1 VR/R1 plus R2 എന്നാകും. ഇഫ് VR പോസിറ്റീവ് ആണെങ്കിൽ ലൂപ്പ് ഈസ് ഷിഫ്റ്റഡ് ടു ദ റൈറ്റ് സൈഡ്. VR നെഗറ്റീവ് ആണെങ്കിൽ ലൂപ്പ് ഈസ് ഷിഫ്റ്റഡ് ടു ലെഫ്റ്റ് സൈഡ്, ബട്ട് ഹിസ്റ്ററിസിസ് വോൾട്ടേജ് V ഹിസ്റ്ററിസിസ് റിമെയിൻസ് സെയിം. നോൺ ഇൻവേർട്ടിംഗ് സ്മിത്ത് ട്രിഗർ എന്ന് പറയുമ്പോൾ അതിൻ്റെ അഗെയിൻ ദ ഫീഡ്ബാക്ക് ഈസ് ഗിവൻ അറ്റ് ദ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽ. നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലാണ് ഫീഡ്ബാക്ക് കൊടുക്കുന്നത്. ഇൻവേർട്ടിംഗ് ടെർമിനൽ ഗ്രൗണ്ടഡ് ആയിരിക്കും. ഇൻപുട്ട് വോൾട്ടേജ് ഈസ് കണക്റ്റഡ് ടു നോൺ ഇൻവേർട്ടിംഗ് ഇൻപുട്ട്. To analyze the circuit behavior, let us assume the output is negative saturated. ഔട്ട്പുട്ട് നെഗറ്റീവ് സാച്ചുറേറ്റഡ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഫീഡ്ബാക്ക് വോൾട്ടേജും നെഗറ്റീവ് ആയിരിക്കും, അതായത് മൈനസ് വി സാച്ചുറേഷൻ ആയിരിക്കും. ദിസ് ഫീഡ്ബാക്ക് വോൾട്ടേജ് വിൽ ഹോൾഡ് ദ ഔട്ട്പുട്ട് ഇൻ നെഗറ്റീവ് സാച്ചുറേഷൻ അൺടിൽ ദ ഇൻപുട്ട് വോൾട്ടേജ് ബിക്കം പോസിറ്റീവ് ഇനഫ് ടു മേക്ക് വോൾട്ടേജ് പോസിറ്റീവ്. VT is equal to minus V saturation minus V in into R2/R1 plus R2 plus V in. So V positive is equal to R1/R1 plus R2 into minus R2 V saturation by R1 plus V in. So V in equal to V positive, its magnitude is greater than R2/R1 into V saturation. Then output switches to positive V saturation. Upper trigger point at which switches to positive V saturation. So UTP is equal to R2 V saturation by R1. When output is in positive saturation, feedback voltage is positive. To switch output states, the input voltage has to become negative. If it happens, output changes to negative state from positive to negative saturation. That is, voltage become negative. അപ്പോൾ അവിടെ V പോസിറ്റീവ് എന്ന് പറയുന്നത് നമുക്ക് നേരത്തെ കിട്ടിയ R1/R1 plus R2 ഇൻറ്റു മൈനസ് R2 ആണെങ്കിൽ ഇവിടെ R2 V സാച്ചുറേഷൻ ബൈ R1 പ്ലസ് V in എന്ന് കിട്ടും. വെൻ V in become നെഗറ്റീവ് നമുക്ക് its magnitude is greater than R2 V saturation by R1 ആണെങ്കിൽ then output switches to plus V saturation. So LTP is equal to minus R2/R1 into V saturation. The difference of UTP and LTP ആണ് ഹിസ്റ്ററിസിസ് എന്ന് പറയുന്നത്. So V hysteresis equal to 2R2/R1 V saturation, that is 2 beta V saturation. In non-inverting, beta equal to R2/R1. അടുത്തത് വേവ് ഫോം ജനറേഷൻ യൂസിങ് ഓപ്പാമ്പ് ആണ്. വേവ് ഫോം അതിനകത്ത് സ്ക്വയർ വേവ് ജനറേറ്റർ ഉണ്ട്, ഓപ്പാമ്പ് റാം ജനറേറ്റർ ഉണ്ട്, അങ്ങനെ ഒത്തിരി ട്രയാങ്കുലർ വേവ് ജനറേറ്റർ ഇതൊക്കെയാണ് ഉള്ളത്. അപ്പോൾ എക്സ്പ്ലെയിൻ ദ സ്ക്വയർ വേവ് ജനറേഷൻ ആൻഡ് യൂസിങ് ഓപ്പാമ്പ് ഇൻ ഡീറ്റെയിൽ. സ്ക്വയർ വേവ് ജനറേഷൻ്റെ ഡയഗ്രമാണിത്. ഫസ്റ്റ് വി ഔട്ട് ഇസ് ഈക്വൽ ടു VCC അസ്യൂം ചെയ്യുക. അപ്പോൾ കപ്പാസിറ്റർ ചാർജസ് ത്രൂ എ ടൈം കോൺസ്റ്റൻറ്റ് RC to VCC സപ്ലൈ. However, when voltage across the capacitor reaches to VC is equal to VCC into R2/R1 plus R2, the output switches to minus VCC. So,
The diagram becomes here like this. When Vout is equal to minus VCC, the capacitor will discharge through time constant RC to minus VCC. So, however, when voltage across the capacitor reaches to Vc is equal to minus VCC R2 by R1 plus R2, the output switches to VCC. Drawing the output waveform and calculating the oscillation frequency, we can get the input waveform and capacitor waveform like this. The oscillation frequency can be calculated as FOC is equal to 1 by T1 plus T2, where T1 and T2 are calculated from the exponential equation of charging and discharging of a capacitor by a time constant RC as follows. RC ln VSS minus V initial by VSS minus VF. VSS is the steady state value of capacitor and V initial is the initial value of capacitor and VF is the final value. Therefore, T1 is equal to RC ln into 1 plus 2 R2 by R1, and similarly T2 is equal to RC ln 1 plus 2 R2 by R1 as same as T1 is equal to T2, that is symmetrically square wave generator. FOC is equal to 1 by 2 RC ln 1 plus 2 R2 by R1. Peak to peak value of output waveform is 2 VCC. Next, the triangular waveform generator. The triangular waveform generator using IC741 op-amp based triangular waveform generator is a simple circuit that is widely used in the function generator. The integrator output waveform will be triangular if input to it is a square wave. Triangular waveform generator can be formed by adding an integrator and square wave generator. Op-amp functions as a comparator first and then as an integrator. Sawtooth waveform can be easily generated by a little modification in the triangular wave generator circuit. Here, non-inverting terminal of second op-amp is grounded to get sawtooth generator. A potentiometer has to be added. Design steps. V output is equal to 7 volt, V saturation is equal to 0.9 VCC, F0 equal to 2 kHz. So VO is equal to 2R2 by R3, V saturation, and F0 is equal to R3 by 4 R1 C1 R2. Then we get R3 equal to 4 R2. So let R2 equal to 10 kilo ohm and R3 equal to 40 kilo ohm. C equal to 0.01 mu F. So R1 is equal to 50 kilo ohm. This is the output waveform of the circuit. Next, sawtooth generator. It refers to a waveform with its rise time being many times longer than corresponding fall time, or fall time very longer as compared to rise time. It can be generated by an asymmetrical stable multi-vibrator followed by an integrator. To obtain the sawtooth waveform from triangular waveform, a 10 kilo ohm is used and it is varied from VE and VCC to obtain sawtooth waveform. Let the output of comparator is minus VCC. So V plus is equal to minus VCC R2 by R1 plus R2 plus V out into R1 by R1 plus R2. Then step 2, when the output of comparator is plus VCC, then V positive is equal to same. This is the sawtooth waveform traced. Calculating T1 and T2, we know that V out max minus V out minimum divided by T1 is equal to 2 VCC R2 by T1 R1 equal to VCC plus Vs by RC. The slope of the output waveform during the T1 is given by T1 is equal to 2 R2 by R1, RC by 1 plus Vs by VCC. Similarly, T2 is equal to 2 R2 by R1, RC by 1 minus Vs by VCC. Therefore, oscillation frequency is equal to 1 by T1 plus T2 equal to R1 by 4 R2 into 1 by RC into 1 minus V2 by Vs by VCC the whole square. The voltage Vs can be used to control the frequency of operation voltage controlled oscillator VCO. What is the effect of slew rate on the generation? If an op-amp is operated above its slew rate, it will become distorted. The maximum rate of voltage change occurs at the zero crossing point. If it is possible to find the maximum frequency or voltage that can be accommodated, a sine wave with a frequency of f hertz can and peak voltage V and volts requires an op-amp with a slew rate of 2 pi FV. Volts per second. This is required to ensure the maximum slew rate requirement which occurs at zero crossing point can be met.
Next is the working and internal diagram of a 555 timer AC. This is an important in this module, 555 timer IC. We know it has 8 pins. IC is designed to produce variety of waveform with an addition of external RC network. The name 555 IC means there are 3 5 kilo ohm resistors internally connected, and there are components are 16 resistors, 2 diodes, 23 transistors forms 2 comparators, 1 flip-flop, 1 high current. This IC's basic form is a bipolar 8-pin dual in package or 14-pin dual in package. There are 8 pins in a diagram. First is ground. There all voltages are measured with respect to the terminal. Then second is trigger. Inverting input is given to the comparator and allows output to switch from low to high. Then third is output, where output is available in this pin. Small speakers, LED, etc. Then reset. Fourth, to disable or reset the negative pulse given, and to prevent the unwanted reset, this pin is generally connected to logic 1. And control voltage in 5, it controls the trigger level width of output waveform and can be varied. 10 millifarad capacitor is connected to avoid noise. Next, sixth is threshold. Positive pulse non-inverting input is given to the comparator 1, compares the voltage applied to this pin with its reference voltage. 7 is discharge, that is connected to the collector of transistor through a capacitor. Then 8th is supply voltage, VCC. 4.5 to 15 volt is applied. Then the basics are the 555 timer consists of a relaxation oscillators, 2 comparators, RS flip-flop and a discharge comparator. A pair of RS flip-flop. What is RS flip-flop? That is a pair of cross-coupled transistors. Each collector drives the opposite base through a resistor RB. In such circuit, one transistor is saturated while other is cut off. For instance, if transistor Q1 is saturated, its collector voltage is almost 0. So there is no base drive for transistor Q1 and it goes cut off, and its collector voltage approaches plus VCC transistor Q1 and it goes cut off and its collector voltage approaches plus VCC. This is high voltage produces enough base current to keep the transistor Q1 in saturation. From that I am concluding this module. So thank you. Please subscribe and like if you like it. Thank you.